സൂഫികളിലൊരു വിഭാഗം അവരുടെ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഴുവൻ പറയാൻ പാടില്ല എന്നാണ്. അവർ അള്ളാ എന്നോ ഇല്ലല്ലാ എന്നോ മാത്രമേ പറയുള്ളൂ. കാരണം എന്താ? അവർ പറയൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ എന്ന് പറഞ്ഞ ആണ്ട് വെക്കുമ്പോൾ മരിച്ചാലോ? അപ്പം മരിച്ചാലോ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവനായി ആരുമില്ല എന്നാണ്. ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ. അപ്പോൾ അതിൻ്റെ ലാ ഇലാഹ എന്നുള്ളത് നിഷേധമാണ്, ഇല്ലല്ലാ എന്നുള്ളത് സ്ഥിരീകരണമാണ്. അതുകൊണ്ട് ലാ ഇലാഹ എന്നൊരാൾ പറഞ്ഞ് ഇല്ലല്ലാ എന്ന് മുഴുവിക്കണീന് മുമ്പ് മരിച്ചാൽ എന്തായി? ഒരാരാധനയും ഇല്ലയെന്ന് പറഞ്ഞിട്ട് മരിക്കലല്ലേ. അതുകൊണ്ട് ലാ ഇലാഹ എന്ന് പറയരുത്, ഇല്ലല്ലാ എന്ന് മാത്രം, അള്ളാ എന്ന് മാത്രം പറയാം. ഇതാണ് പല സൂഫികളുടെയും വിശ്വാസം. സൂഫി നേതാക്കന്മാരിൽ വലിയവർ വരെ ഈ ഒരു വിദണ്ഡം ലോകത്ത് ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം അൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഹാദാ മിൻ ഉലൂമിഹി മുദ്ദഖീഖ അല്ലത്തി ലൈസ ലഹാ ഹഖീഖ. സൂഫിയാക്കളുടെ സൂക്ഷ്മമായ ഇൽമുകളിൽപ്പെട്ടതാണ് ഈ വിഷയം. പക്ഷേ ലൈസ ലഹാ ഹഖീഖ, അതിനെന്തില്ല, അത് ദഖീഖത്താണെങ്കിലും അതിന് ഹഖീഖത്തില്ല എന്നുള്ളതാണ്. അതിനൊരു തെളിവിൻ്റെ ബലമല്ല, അത് തികഞ്ഞ വിവരക്കേടാണ്. പ്രമാണ ബലമില്ലാത്ത ജൽപ്പനമാണ് സൂഫികൾ ജലിപ്പിച്ചിട്ടുള്ളത്. എന്താ അവർ പറയണത്? അള്ളാ എന്ന് പറയാം, ഇല്ലല്ലാ എന്ന് പറയാം. എന്ത് പറയാൻ പാടില്ല? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മുഴുവൻ പറയാൻ പാടില്ല എന്നാണ്. അങ്ങനെ പല സൂഫികളും അള്ളാ 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 എന്ന് പറഞ്ഞിട്ട് കാലം കഴിച്ചിരുന്നതാണ്. ചില സൂഫികൾ, നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞില്ലല്ലോ ഒരു സൂഫിനെ കുറിച്ച്, എന്താണ് ഒരു വിഷയം തന്നെ സംസാരിച്ചില്ലേ, ഒരു പ്രസിദ്ധനായ അയാൾ ഹൂ ഹൂ അന അന ഇങ്ങനെയൊക്കെയായിരുന്നു അയാളുടെ ഇത്. അവിടെ അള്ളാ എന്നുമില്ല. ഏതായാലും അതെല്ലാം സ്ഖലിച്ച വ്യതിചലിച്ച ചിന്തകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് മരണസമയത്ത് വരെ പറഞ്ഞതെന്താ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാനാണ്. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം മരണപ്പെടുന്ന വേളയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത് എന്ന് പ്രഖ്യാപിച്ചത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ വഅർദാഹ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലല്ലാ എന്ന് മാത്രമല്ല, അല്ലാ എന്ന് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലാഹു. തിരുമൊഴികളിൽ ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാ തുടങ്ങിയതായ വചനങ്ങൾ ധാരാളം പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ ലാ ഇലാഹ എന്ന് പറയേണ്ട, ഇല്ലല്ലാ എന്നോ അള്ളാ എന്നോ മാത്രം പറഞ്ഞാൽ മതി എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ, ചില സൂഫി നേതാക്കന്മാർ വരെ ഇത് പ്രചരിപ്പിച്ചവരാണ്, ശിബിലിയെ പോലുള്ളവർ, അത് തികഞ്ഞ തെറ്റാണ്, സ്ഖലിതമായ ഭാഷ്യവുമാണ് എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്.